ഈ ലോകത്തിലുള്ള മനുഷ്യവർഗത്തിന് ലഭിക്കാൻ പോകുന്ന നിത്യമായിട്ടുള്ള അനുഗ്രഹവും ആശ്വാസവും രക്ഷയുമാണ് സുവിശേഷത്തിന്റെ സന്ദേശമെന്ന് പറയുന്നത്. ദൈവം മനുഷ്യനായി ലോക ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ചരിത്രത്തിൽ അവതരിച്ച രക്ഷകനാണ് കർത്താവായ യേശുക്രിസ്തു. വിശുദ്ധ വേദപുസ്തകത്തിലെ സന്ദേശമാണ് ലോകമെങ്ങും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം അനേക സത്യങ്ങൾ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. വളരെ പ്രധാനമായി മനുഷ്യനെ ആഗ്രഹിക്കുന്ന അവന്റെ ഭാവിയെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായ സവിസ്തരമായ അതേ സന്ദേശമാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകി തരുന്നത്. ജീവനുള്ള ദൈവത്തെയും പ്രപഞ്ച സൃഷ്ടാവിനെയും ആ സൃഷ്ടാവ് നൽകുന്ന നിത്യമായിട്ടുള്ള അനുഗ്രഹവും നന്മയും മനസ്സിലാക്കുവാനും അറിയുവാനും അനുഭവിപ്പാനും ലോകത്തിലുള്ള മനുഷ്യർക്ക് സാധിക്കണമെങ്കിൽ അവര് വേദപുസ്തകത്തിന്റെ സന്ദേശത്തിലേക്ക് കടന്നു വരണം. ലോകത്തിൽ അനേക പുസ്തകങ്ങളുണ്ടെങ്കിലും വേദപുസ്തകം പോലെ ഒരു പുസ്തകത്തെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയുകയില്ല. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനാണ് ഇത് എഴുതിയതെങ്കിലും മനുഷ്യന്റെ ആശയങ്ങളും മനുഷ്യന്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞു വന്ന ചിന്തകളുമല്ല വേദപുസ്തകത്തിന്റെ ഉള്ളടക്കം. അതിന്റെ സന്ദേശമെന്ന് പറയുന്നത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ മനുഷ്യൻ കേൾക്കുകയും അറിയുകയും ചെയ്ത് അതുവഴി ദൈവത്തിന്റെ സന്ദേശം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ഈ പുസ്തകത്തിന് മറ്റൊരു പേരുണ്ട്, സത്യവേദപുസ്തകം എന്നുള്ളതാണ്. ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. കാരണം ഇത് മനുഷ്യന്റെ ഇഷ്ടത്താൽ എഴുതിയതല്ല. ദൈവത്തിന് മനുഷ്യനോട് അറിയിക്കുവാനുള്ള വ്യക്തമായ സന്ദേശമാണ് ഇതിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിലെ സന്ദേശം ദൈവത്തിന്റെ സന്ദേശമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ സന്ദേശമാണെന്നുള്ളതിന് അടിവരയിടുന്ന അനേക തെളിവുകൾ ഇന്ന് നമുക്ക് ലോകത്തിൽ ലഭ്യമാണ്. ശാസ്ത്രീയമായും ചരിത്രപരമായും വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളും വാക്കുകളും ദൈവത്തിന്റെ ശബ്ദമാണ് എന്നുള്ളതിന് അടിവരയിടുന്ന തെളിവുകളാണ് ഇന്ന് ശാസ്ത്രവും ചരിത്രപരമായും തെളിയിക്കപ്പെട്ടിരിക്കുന്ന വസ്തുതയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ധൈര്യത്തോടെ ഈ സന്ദേശം ലോകമെങ്ങും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സുവിശേഷം എന്നത് മനുഷ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്ന രക്ഷയും അനുഗ്രഹവും ഈ ലോകമെങ്ങും പ്രചരിപ്പിക്കപ്പെടണമെന്നുള്ളത് ഒരു മനുഷ്യന്റെ താല്പര്യമല്ല, സർവശക്തനായ ദൈവത്തിന്റെ കൽപ്പനയും തീരുമാനവുമാണ്. ആയതുകൊണ്ട് തന്നെ ലോകമെങ്ങും ഈ സുവിശേഷത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷകൻ ദൈവ മനുഷ്യനായി അവതരിച്ച, മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി ഭൂമിയിൽ അവതരിച്ച യേശു എന്ന നാമം ധരിച്ചുകൊണ്ട്, രക്ഷകനെന്ന് അർത്ഥമുള്ള യേശു എന്ന നാമം ധരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു കന്യകയിൽ, ഭൂമിയുടെ മധ്യഭാഗമാകുന്ന ഇസ്രായേൽ എന്ന രാജ്യത്താണ് ആ രക്ഷകൻ അവതരിപ്പാനിടയായി തീർന്നത്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷകൻ 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുകയും പാലസ്തീന്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ദൈവരാജ്യത്തെ കുറിച്ചുള്ള സന്ദേശം അറിയിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും പ്രകൃതി ശക്തികളുടെ മേൽ തന്റെ അധികാരം വെളിപ്പെടുത്തിയും എല്ലാവർക്കും എല്ലാമായി തീർന്ന ആ ലോകത്തിന്റെ രക്ഷകൻ മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ പരിഹരിപ്പാൻ 3 ആണ്ടുകളിൽ തന്റെ അവസാനത്തുള്ള രക്തം വരെ മനുഷ്യവർഗത്തിന് വേണ്ടി ഊറ്റിക്കൊടുത്ത മരക്കുരിശിൽ അതേ സ്വത്രം കർത്താവായ യേശു ക്രിസ്തു മരിപ്പാനിടയായി. യേശു ക്രിസ്തു അടക്കപ്പെട്ട് 3-ാം നാൾ മരണത്തെ ജയിച്ചുകൊണ്ട്, കല്ലറകളെ ഭേദിച്ചുകൊണ്ട് യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുകയാണ്. ആ കർത്താവായ യേശു ക്രിസ്തു തന്റെ അരുമശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം പറയണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവരോ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് അരുളി ചെയ്യുവാനിടയായി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ അരുമശിഷ്യന്മാർ ലോകത്തിന്റെ